ബ്രസീൽ ഫുട്ബോൾ ടീമിൻ്റെ നിലവിലുള്ള അവസ്ഥ എന്താണ്? നിലവിലുള്ള സ്റ്റാറ്റസ് എന്താണ്? അവർക്കിനി ഫുട്ബോൾ ലോകത്തേക്ക് തിരിച്ചു വരാൻ കഴിയുമോ? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് പഴയ കാലത്തുള്ള നമ്മളെ ബ്രസീലിൻ്റെ ടീമുണ്ടല്ലോ, ആ പ്രതാപകാലത്തേക്ക് ഇനി തിരിച്ചു പോകുമോ? അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ഇപ്പോൾ ഫുട്ബോൾ ഫാൻസിൻ്റെ മനസ്സിലുള്ളത്. ബ്രസീൽ ഫാൻസല്ല, കൂടുതലും മറ്റുള്ള ഫാൻസിനാണ് ഈ ഒരു സംശയമുള്ളത്. കാരണം ഈ കഴിഞ്ഞ ടൂർണമെൻറ്റുകളിലൊക്കെയുള്ള ബ്രസീലിൻ്റെ പെർഫോമൻസ്, ഈ കഴിഞ്ഞ കോപ്പ അമേരിക്ക, കഴിഞ്ഞ വേൾഡ് കപ്പ് പോലുള്ള വേദികളിൽ ബ്രസീൽ കാട്ടിക്കൂട്ടിയ പെർഫോമൻസ് അടിസ്ഥാനമാക്കിയിട്ടാണ് ആളുകൾക്കൊക്കെ ബ്രസീലിനെ ഒരു താഴ്ത്തിക്കെട്ടൽ, ഒരു പുച്ഛ മനോഭാവം ബ്രസീൽ ടീമിനോട്, അതുപോലെ ബ്രസീലിൻ്റെ താരങ്ങളോടൊരു പുച്ഛ മനോഭാവം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. സ്വാഭാവികമായിട്ടും ആളുകൾക്കൊക്കെ പറയാവുന്ന ഒരു കാരണമുണ്ട് നിലവിൽ ബ്രസീലിൻ്റെ അവസ്ഥ. ലോകോത്തര ക്ലബ്ബുകളിൽ കളിക്കുന്ന ഒരുപാട് മികച്ച താരങ്ങൾ ടീമിലുണ്ട്. എങ്കിലും അവരെ കൊണ്ടൊന്നും ഒരു 10 പൈസൻ്റെ ഗുണം ഇല്ലാത്ത രീതിയിലുള്ള പെർഫോമൻസാണ് നിലവിൽ ബ്രസീലിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഏറെക്കുറെ ബ്രസീൽ ഫാൻസിന് മനസ്സിലാവും. കാരണം ബ്രസീലിൻ്റെ നിലവിലുള്ള ടീമിൻ്റെ അവസ്ഥയിലെ കോച്ച്, അതുപോലെ ടീമിൻ്റെ സെലക്ഷന്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ബ്രസീലിന് അനുകൂലമല്ല ഇപ്പോൾ, അല്ലേ? നമ്മളെ ബ്രസീലിൻ്റെ ടിറ്റെ കോച്ചിങ് സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞതിന് ശേഷം താൽക്കാലിക കോച്ചുമാരാണ് ബ്രസീലിന് നിലവിൽ വരാറുള്ളത്. അതൊന്നും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ടീം മേക്കിംഗ് ആണ് ചെയ്യൽ. പക്ഷേ ഒന്നും എന്താ പറയുക, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ക്ലിക്കാവലില്ല. ഈ കഴിഞ്ഞ വേൾഡ് കപ്പിൽ എന്തായാലും ക്രൊയേഷ്യനോട്ട് പെനാൽറ്റിയിലാണ് തോറ്റത്. അതുപോലെ അതൊന്നും ഇപ്പോൾ അത്ര വലിയൊരു തോൽവിയായിട്ട് കണക്കാക്കാൻ പറ്റുന്നതല്ല, അത്ര കുറ്റം പറയാനുള്ളതൊന്നുമല്ല. പിന്നെ ഈ കഴിഞ്ഞ കോപ്പയിൽ അതേമാതിരി ഇങ്ങനെ തന്നെയാണ് പെനാൽറ്റിയിലാണ് തോറ്റത്. എങ്കിലും ഈ കഴിഞ്ഞ കോപ്പ അമേരിക്കയിലെ മത്സരങ്ങളൊന്നും ബ്രസീൽ ഫാനിനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയില്ല. കാരണം ബ്രസീൽ ടീമിൽ നിന്ന് ആളുകൾ പ്രതീക്ഷിക്കണ ഇതല്ല നിലവിലെ ബ്രസീൽ ടീം. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ഇതുപോലുള്ള തട്ടിമുട്ടി ഓരോ മത്സരങ്ങൾ, ചില മത്സരങ്ങൾ 1 ഗോളിന് ജയിക്കുക, 2 ഗോളിന് ജയിക്കുക, ചില മത്സരങ്ങൾ സമനില, അങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകുമ്പോൾ അത് ബ്രസീൽ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് ബ്രസീലിൻ്റെ കളികൾ ഏത് നട്ടപ്പാതിരക്കാണെങ്കിലും വീക്ഷിക്കാൻ എണീക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മോശം കളികളായിട്ടാണ് ഇപ്പോൾ ഈയിടെ കളിക്കുന്ന എല്ലാ കളികളുമായിട്ട് നമുക്ക് കരുതാൻ കഴിയുള്ളൂ. വേൾഡ് കപ്പാണെന്നുണ്ടെങ്കിലും, കോൺഫെഡറേഷൻ കപ്പാണെന്നുണ്ടെങ്കിലും, കോപ്പ അമേരിക്ക ആണെന്നുണ്ടെങ്കിലും, ഏതൊരു ടൂർണമെൻറ്റ് വന്നാലും ബ്രസീൽ എന്ന് പറഞ്ഞാൽ ബ്രസീലിനെ കഴിഞ്ഞിട്ടുള്ള അവിടെ വേറെ ടീം. കോൺഫെഡറേഷൻ കപ്പിൽ ഹാട്രിക് എടുത്ത ടീമാണ് ബ്രസീൽ. സ്പെയിനിന് ഉൾപ്പെടെയുള്ള ടീമുകളെ, നെയ്മർ ഉൾപ്പെടെയുള്ള പ്ലേയേഴ്സിൻ്റെ മുന്നേറ്റത്തിൽ തോൽപ്പിച്ച് വിട്ട കോൺഫെഡറേഷൻ കപ്പിൽ ഹാട്രിക് അടിച്ച ഒരേ ഒരു ടീമാണ് ബ്രസീൽ. ഇങ്ങനെയുള്ള കപ്പുകളൊക്കെ ഈ ഒരു അവസാന കാലഘട്ടത്തിൽ നേടിയിട്ട് ഇപ്പോൾ നിലവിലുള്ള ബ്രസീൽ ടീമിൻ്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ബ്രസീൽ ടീം 0-ലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നേറ്റങ്ങൾ വരുന്നില്ല. അപ്പോൾ നമ്മളെ എൻട്രിക്ക് പോലുള്ള ഒരുപാട് യുവതാരങ്ങൾ, അതുപോലെ വിനീഷ്യസ്, റോഡ്രിഗോ പോലുള്ള ഒരുപാട് താരങ്ങൾ എല്ലാ പൊസിഷനിലും ബ്രസീലിലുണ്ട്. പക്ഷേ ഇവരൊന്നും വേണ്ട രൂപത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി കളിക്കുമ്പോൾ അവരുടേതായിട്ടുള്ള ഫോമിലേക്ക് അല്ലെങ്കിൽ നിലവാരത്തിലേക്ക് എത്താൻ അവർക്ക് കഴിയുന്നില്ല. ഇതൊക്കെയാണ് അതിൻ്റേതായിട്ടുള്ള വാസ്തവം. ഇപ്പോൾ ബ്രസീലിൻ്റെ കോച്ചിൻ്റെ അവസ്ഥ, ഒരു ലോകോത്തര നിലവാരമുള്ള കോച്ച് ടീമിലെത്താതെ ടീം ഒരിക്കലും ലൈനപ്പ് സെറ്റാവില്ല എന്നുള്ളൊരു കാരണമാണ് ഞാൻ. കാരണം കോച്ചുകളിങ്ങനെ മാറുമ്പോൾ, അല്ലെങ്കിൽ താൽക്കാലിക കോച്ചുകളൊക്കെ വെക്കുമ്പോൾ അവർ നിശ്ചിത സമയത്തേക്കുള്ള അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞുകൊണ്ട് അവർ പോകും. സ്ഥിരമായിട്ട് ഇപ്പോൾ അർജൻറ്റീനക്ക് സ്കൊളോണിനെ കിട്ടിയ പോലെ ഒരു പക്വതയുള്ള, ഒരു ഐഡിയ ഉള്ള ഒരു കോച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടീമിലേക്ക് നെയ്മറും കൂടി വരികയാണെങ്കിൽ നെയ്മറിൻ്റെ സപ്പോർട്ട് ചെയ്തിട്ട് ബ്രസീലിന് ഇപ്പോൾ ഒരു മികച്ച 11 ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം എല്ലാ പൊസിഷനിലും യൂറോപ്പിലെ മികച്ച ക്ലബ്ബുകളിൽ കളിക്കുന്ന പ്ലെയേഴ്സാണ് ടീമിൻ്റെ അകത്ത് പുറത്തു പോയിട്ടുള്ളത്. പുതിയൊരു കോച്ചിൻ്റെ കീഴിൽ നെയ്മറിനെയും പാട് ഉൾക്കൊള്ളിച്ചിട്ട് ഒരു മികച്ച 11 ഉണ്ടാക്കി ആ ടീമിനെ സ്ഥിരമായിട്ട് കളിപ്പിച്ച് ഒരു മികച്ച 11 സെറ്റാക്കേണ്ട ഒരു പരിപാടി മാത്രമേ ബ്രസീലിനുള്ളൂ. പക്ഷെ അതിനിപ്പോൾ കഴിയണില്ല, നടക്കണില്ല എന്നുള്ളൂ. അതൊരു മികച്ച കോച്ച് വരണം, എന്നിട്ടേ ഉള്ളു ബാക്കിയൊക്കെ നോക്കിയിട്ട് കാര്യം. ഇപ്പോൾ നെയ്മർ വർഷങ്ങൾ തന്നെ പറയേണ്ടി വരും, മാസങ്ങളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞു പോകും. അദ്ദേഹത്തിൻ്റെ കരിയർ ഇപ്പോൾ പരിക്കിൻ്റെ ഭാഗത്താണ്. നമ്മളെ റൊണാൾഡോ നാൻഡൊക്കെ മാതിരി ഈ പരിക്ക് കാരണം അദ്ദേഹത്തിന് ഏറെ മത്സരങ്ങൾ, മാസങ്ങൾ, വർഷങ്ങളൊക്കെ പുറത്തിരിക്കേണ്ടി വന്നു. അത് രാജ്യാന്തര മത്സരങ്ങളാണെന്നുണ്ടെങ്കിലും ക്ലബിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലൊന്നും അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരുപാട് മത്സരങ്ങൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. ഈ കോപ്പ അമേരിക്കക്ക് അദ്ദേഹത്തിന് കളിച്ചാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ നമ്മളെ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ്, സൗദി ക്ലബ്ബ് അൽ ഹിലാലിലാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. അവിടെ ഇപ്പോൾ പരിശീലനവും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കകം
മത്സരത്തിന് ഇറങ്ങുന്നുണ്ടാവും. പിന്നെ ബ്രസീലിൻ്റെ അടുത്ത മത്സരങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ യോഗ്യതാ മത്സരങ്ങളൊക്കെ വരുന്നത്. അതിലൊക്കെ ഉണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷിക്കുക. പ്രധാനപ്പെട്ട കാര്യം എടുത്ത് പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ കളിശൈലിയാണ്. അദ്ദേഹത്തെ കൂടുതലായിട്ട് ആൾക്കാർ അറ്റാക്ക് ചെയ്യാണ്ട് കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഫോളോ ചെയ്യുന്ന ഒരു പ്രകൃതിയാണ്. അദ്ദേഹം ഗ്രൗണ്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എതിരാളികൾക്ക് ഒരു അപകടം, അത്രയും ഏറ്റവും വലിയ രീതിയിലുള്ളൊരു അപകടമാണ് അദ്ദേഹം ഗ്രൗണ്ടിലുണ്ടെന്നുണ്ടെങ്കിൽ. അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ അദ്ദേഹം തിരിച്ച് വന്നിട്ട് ഒരു മികച്ച 11 മികച്ചൊരു കോച്ചിൻ്റെ കീഴിൽ സെറ്റാക്കിയാൽ ആ ഒരു ലൈനപ്പുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് മത്സരങ്ങൾ കളിച്ചാൽ അത് മതി ടീം സെറ്റാവാൻ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ 2 ടൂർണമെൻറ്റിലെ തോൽവികൾ കാരണം 2019 ബ്രസീൽ അവസാനമായിട്ട് ഒരു ഇൻ്റർനാഷണൽ ട്രോഫി നേടിയത്, കോപ്പ അമേരിക്ക. അതിനുശേഷം അതിപ്പോൾ തോനെയൊന്നും ആയിട്ടില്ല, ആകെ 4-5 വർഷം ആവണുള്ളൂ. എന്നാലും ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം 2 കൊല്ലം 3 കൊല്ലം കൂടുമ്പോഴൊക്കെ ട്രോഫി എടുക്കുന്നതാണ്. അപ്പോൾ ഇതൊരു കുറച്ച് ഡ്യൂറേഷൻ കൂടിയതുകൊണ്ട് ആൾക്കാർക്കൊക്കെ ബ്രസീലിൻ്റെ കഴിഞ്ഞോടാ, ബ്രസീൽ ഇനി തിരിച്ചു വരില്ല, ബ്രസീൽ അങ്ങനെയാണ്, അങ്ങനെയുള്ള കാഴ്ചപ്പാട്, അങ്ങനത്തെ കളിയാക്കലുകൾ, കുറ്റപ്പെടുത്തലുകളൊക്കെയാണ് ബ്രസീലിനെ പറ്റം താഴ്ത്തി കെട്ടുന്ന പരിപാടി. ചെറിയൊരു അറ്റകുറ്റപ്പണികൾ മാത്രമേ നെയ്മർ വരിക, ടീമിൽ ചെറിയൊരു അറ്റകുറ്റപ്പണികൾ നടത്തുക, പുതിയൊരു കോച്ചിൻ്റെ കീഴിൽ മികച്ചൊരു 11 സെറ്റാക്കുക. ഇത്രേ ഉള്ളൂ ഇവിടെ ബ്രസീലിൻ്റെ പ്രശ്നം, അവിടെ തീർന്നു. ആരും ബ്രസീലിനെ അത്ര അങ്ങോട്ട് താഴ്ത്തി കെട്ടാനുള്ളൊരു സമയമൊന്നും ആയിട്ടില്ല, ആവില്ല. കാരണം ബ്രസീൽ ഫുട്ബോളിലെ നെറുകയിൽ നിൽക്കുന്ന ഒരു ടീമാണ്. ഫുട്ബോൾ ലോകത്തിന് ഏറ്റവും കൂടുതൽ പ്ലേയേഴ്സിനെ സമ്പാദിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ബ്രസീൽ. അപ്പോൾ ബ്രസീലിനെ അങ്ങനെ ഒറ്റയ്ക്ക് താഴെ കൊണ്ടുപോകാനൊന്നും ആരും വിചാരിക്കണ്ട, അത് വേറെ കാര്യം. അപ്പോൾ അർജൻറ്റീനയുടെ ടീമിൻ്റെ അവസ്ഥ കണ്ടില്ലേ, അത്രയും 10, 28, 30 കൊല്ലം ഒരു ട്രോഫിയും കിട്ടാതെ ഉള്ള ടീമാണ് ഇപ്പോൾ നിലവിൽ എല്ലാ ട്രോഫി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പായാലും പേടിയില്ല, വേൾഡ് കപ്പാണെങ്കിലും കുഴപ്പമില്ല, ലാറ്റിൻ അമേരിക്കയിലും പ്രശ്നമില്ല. എവിടെ ടൂർണമെൻ്റ് ഉണ്ടോ അവിടെയൊക്കെ അർജൻറ്റീന അടിക്കുകയാണ്. കാരണം ഓരോ ടീമും ഓരോ കോച്ചും സെറ്റാണ് ഇപ്പോൾ. അപ്പോൾ അവർക്ക് കിട്ടാത്ത കാലത്തോളം എത്ര കാലം കിട്ടാതെ നടന്നു, അതിനുള്ളതൊക്കെ പോലെ അനുഭവിക്കുകയാണ്. അതാണ് അങ്ങനെ ഒരു തിരിച്ചുവരവ് ബ്രസീലിൻ്റെ ഭാഗത്തുനിന്നും ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അല്ലെങ്കിൽ മാസങ്ങൾക്കകം തന്നെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. ബ്രസീലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഫുട്ബോളിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ അർജൻറ്റീന ഇല്ലാന്നുണ്ടെങ്കിൽ എന്താക്കണം. അപ്പോൾ കൂടുതൽ ആളുകൾ ബ്രസീലിനെ കുറ്റം പറയാനുള്ള കാരണം ഒന്നാണ്, കാരണം ബ്രസീൽ 2 കൊല്ലം 3 കൊല്ലം കൂടുമ്പോൾ എന്തെങ്കിലുമായിട്ട് കപ്പെടുക്കും. അപ്പോൾ ഈ ഒരു 3-4-5 വർഷമായിട്ട് കപ്പൊന്നും ഇല്ലാത്തത് കൊണ്ടുള്ളത്, അതുപോലെ കഴിഞ്ഞ കോപ്പ അമേരിക്കയിലെ ബ്രസീലിൻ്റെ പെർഫോമൻസ്, അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴാണ് ബ്രസീലിനെ കൂടുതൽ ആൾക്കാർ കുറ്റപ്പെടുത്തുന്നതും ഇനി ബ്രസീലില്ല, ബ്രസീൽ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നത്. കാത്തിരിക്കാം, ഏതാനും ദിവസങ്ങൾ മാത്രം മതി നമ്മുടെ ബ്രസീൽ ആ പഴയ ബ്രസീലിലേക്ക് ഇനി പോകുന്നിച്ച് തോന്നില്ല. അത് ഒന്നൊന്നര ബ്രസീലാണ്, 2002 ബ്രസീൽ ടീം പോലുള്ള ബ്രസീൽ. എങ്കിലും പ്രതീക്ഷിക്കാം നമുക്ക് നല്ലൊരു മികച്ചൊരു ബ്രസീൽ ടീമിൻ്റെ തിരിച്ചു വരവിനായിട്ട്.